അപ്പൊ പറയൂ, നമുക്ക് ഈ പാട്ടിനെ കുറിച്ച് തന്നെ സംസാരിച്ചു തുടങ്ങാം അല്ലെ? അതായത് സ്വന്തമായിട്ട് എഴുതി കമ്പോസ് ചെയ്ത് ആഹ എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ട്. ആ സ്വന്തമായിട്ട് എഴുതി കമ്പോസ് ചെയ്തത് പറഞ്ഞ പാട്ടല്ല, അത് കമ്പോസിഷൻ മാത്രമാണ്. അത് എഴുതിയത് ജുബിത്താണ്, ആഭാസത്തിന്റെ ഡയറക്ടർ. ഓക്കെ. പാടിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം അർജുൻ അശോകൻ, ഇന്ദ്രജിത്ത് ഏട്ടനും മനോജ് ചേട്ടനൊക്കെ അഭിനയിച്ച ശാന്തി അഭിനയിക്കുന്നു. അത് അതില് മറ്റൊരു പാട്ട് എനിക്ക് തോന്നുന്നു അത് കുറെ കൂടി പ്രേക്ഷകർ ഏറ്റെടുത്ത് കഴിഞ്ഞു അല്ലെ? തണ്ടൊടിഞ്ഞ താമരയിൽ നിന്ന് അതാണ് ഞാൻ എഴുതി കമ്പോസ് ചെയ്ത്. അത് വളരെ ഒരു നാടൻ ഒരു പ്രണയം അല്ലെങ്കിൽ അങ്ങനത്തെ വരികളൊക്കെ ആയിരുന്നു. നമ്മളെപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, നമ്മളെപ്പോഴും സയനോര എന്ന് പറയുമ്പോൾ മനസ്സിൽ വരുന്നത് കുറെ ഇംഗ്ലീഷ് റാപ്പ് സോങ്സും അങ്ങനത്തെ വരികളൊക്കെ എഴുതുന്ന ഇത് എവിടെന്നെങ്കിലും ഇൻസ്പയർ ചെയ്ത് എഴുതിയതാണോ? എനിക്ക് മലയാളം ഭയങ്കര ഇഷ്ടമാണ് ബേസിക്കലി. പക്ഷെ എന്റെ പേരും എന്റെ രൂപവും ഒക്കെ കാണുമ്പോൾ ആൾക്കാര് ഇംഗ്ലീഷ് അങ്ങനെ അതുമായിട്ട് അങ്ങ് റിലേറ്റ് ചെയ്യുന്നതാണ്. ഞാൻ ചെറുപ്പം മുതലേ എഴുതാറുണ്ട്. ഞാൻ കോളേജിൽ പഠിക്കുമ്പോ ഒക്കെ കോളേജ് മാഗസിൻസിനൊക്കെ വേണ്ടി എഴുതും. ഈ കവിതകളൊക്കെ എഴുതാറുണ്ട്. അപ്പൊ അങ്ങനെ എഴുതിയിട്ടാണ് ഒരു സിംഗിള് എഴുതി റിലീസ് ചെയ്തു. അങ്ങനെ ഇരിക്കുകയാണ് അധികവും കമ്പോസ് ചെയ്യുമ്പം എഴുതിയിട്ടാണ് അതിന്റെ കൂടെ കമ്പോസ് ചെയ്യുക. അപ്പൊ വെറുതെ ഒരു ഗിബ്രിഷ് ലൈൻസ് എഴുതിയിട്ട് കമ്പോസ് ചെയ്യുന്ന ഒരു ശീലമുണ്ട് എനിക്ക്. അപ്പം ആഹക്ക് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് ഞാൻ എഴുതി കമ്പോസ് ചെയ്തിട്ട് എല്ലാവർക്കും അത് അങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പാടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ പാടി വിജയ് യേശുദാസിന്റെ കൂടെയുള്ള ഡുവറ്റാ. വിജുവിന് ഞാൻ പാട്ട് അയച്ചു കൊടുത്തപ്പോ മൂപ്പറ് അച്ഛനെ കേൾപ്പിച്ചപ്പം ദാസോട് ചോദിച്ചത് ആരാ പാടുന്നതെന്ന് വെച്ചപ്പം വിജു പറഞ്ഞു സായ വേറെ ആരെ കൊണ്ട് പാടിപ്പിക്കുന്നുണ്ട് എന്നാ തോന്നുന്നത്. അപ്പം ദാസങ്ങൾ പറഞ്ഞു അത് അവൾ തന്നെ പാടണം എന്ന് പറ. സിംഗർ സോങ് റൈറ്റർ കമ്പോസർ ഒരു നോമാണ്, അത് എന്തിനാലും അത് പാടണം എന്ന് പറഞ്ഞു. അങ്ങനെ ഭയങ്കരമായിട്ട് നിർബന്ധിച്ചു. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ അർജുന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കുട്ടമ്പിള്ളയുടെ ശിവരാത്രി ആ സിനിമയിലും കമ്പോസ് ചെയ്തു അല്ലെ? അതിൽ സുരാജേട്ടനെ കൊണ്ട് പാടിപ്പിച്ചു. അതും ഇങ്ങനെയാണ്. സുരാജേട്ടനെ സെലക്ട് ചെയ്യാൻ എന്താ കാരണം? ആ പാട്ടും ആക്ച്വലി സുരാജേട്ടൻ പാടിയ പാട്ടും ഞാൻ എഴുതി അത് എല്ലാം എഴുതി പോകുന്നതാണ്. ഇൻ ദ സെൻസ് അതിന്റെ ഡയറക്ടർ, അപ്പം കുട്ടമ്പിള്ളയുടെ ശിവരാത്രിയിലാണ് ആദ്യമായിട്ട് മ്യൂസിക് ഡയറക്ഷൻ ചെയ്യുന്നത്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ ചെയ്തു. അപ്പം ജീൻ മർക്കോസ് അതിന്റെ ഡയറക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത് കോമഡി പാട്ടായിരിക്കണം സായ, സുരാജേട്ടനാണ് പാടുന്നത്. അപ്പൊ സുരാജേട്ടൻ പാടുന്ന പാട്ടായിരിക്കണം, ചക്കയായിട്ട് ബന്ധമുള്ള പാട്ടായിരിക്കണം, ശിവനുമായിട്ട് ബന്ധമുള്ള പാട്ടായിരിക്കണം. അപ്പൊ അതൊക്കെ അങ്ങനെ ആലോചിച്ചപ്പോ ഞാനിരുന്ന് കമ്പോസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും സുരാജേട്ടൻ എന്റെ ശിവനെ അങ്ങനെ പറയാറുണ്ടല്ലോ, ശിവനെ. അപ്പൊ അത് ഭയങ്കരമായിട്ട് ആ ഒരു വേർഡ് വെച്ചിട്ട് പിന്നെ എലാബറേറ്റ് ചെയ്ത്. അന്ന് കുഞ്ഞിൽ എഴുതിയ ഏതെങ്കിലും ഒരു കവിത ഓർമ്മയുണ്ടോ? കുറെ കവിതകളുണ്ട്. എപ്പോഴും എഴുതുമ്പം പണ്ടൊക്കെ ഞാൻ ശരിക്കും ഭയങ്കര ഒരു എന്തെങ്കിലും വിഷമം വരുമ്പോഴോ ഭയങ്കരമായിട്ട് മനസ്സിന് എന്തെങ്കിലും പിടിച്ചുളക്കുന്ന ഒരു സംഭവം വരുമ്പോ ഞാൻ കവിത എഴുതാറ്. ഞാൻ സുവോളജിയാണ് പഠിച്ചത്. അപ്പൊ സുവോളജിയില് ഈ തവളനെ ഡിസെക്ട് ചെയ്യണ സംഭവമുണ്ട്. തവള, കൂറ, നിങ്ങൾ പാറ്റാന്നാ പറയാല്ലേ? പാറ്റ. പിന്നെ സ്രാവിനൊക്കെ ഡിസെക്ട് ചെയ്യും. മീൻ അതിനൊക്കെ ഡിസെക്ട് ചെയ്യും. അതിന്റെ നെർവസ് സിസ്റ്റം ഒക്കെ നമുക്ക് കാണിക്കാനുണ്ട്. അപ്പൊ അതുപോലെ തവളനെ ഡിസെക്ട് ചെയ്യുന്ന ദിവസം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. തവളനെ നമ്മൾ മുറിക്കാൻ പോവാന്നൊക്കെ വിചാരിച്ച്. അപ്പം എല്ലാം കട്ട് ചെയ്ത് എല്ലാവരും കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാനും കട്ട് ചെയ്ത് കത്രിയൊക്കെ എടുത്തിട്ട് ഇതിനെ പിളർന്ന് വെച്ച് ഞാൻ അതിന്റെ ഹാർട്ട് ഇങ്ങനെ ഇട്ടിക്കുന്നുണ്ട്. അപ്പൊ ഹാർട്ട് ഇടിക്കുന്നപ്പോ ഒരു ചെറിയൊരു വിഷമായി, ഇനിയിപ്പോ എന്തായിരിക്കും ഈ തവളന്റെ ഫേറ്റ്. അപ്പം നമ്മൾ അതിന്റെ ഇതൊക്കെ ചെയ്ത് സിസ്റ്റം ഒക്കെ ചെയ്ത്, ഏതാ സിസ്റ്റം എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. അത് കുഴപ്പമില്ല, അപ്പോ അത് കഴിഞ്ഞപ്പോ ഞാൻ മിസ്സിന്റെ അടുത്ത് ചോദിച്ചു, മിസ് ഇനി ഈ തവളനെ എന്ത് ചെയ്യുന്നു? അപ്പൊ ഞാൻ എന്താ മനസ്സിൽ സത്യം പറഞ്ഞാ വിചാരിച്ചത് അതിനെ സ്റ്റിച്ച് ചെയ്തിട്ട് അതിന് പോകാൻ വീണ്ടും കൊടുക്കും. അയ്യോ, അത്ര എന്റെ ബോധത്തിൽ അത്ര ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ മിസ് പറഞ്ഞോ ഇത് അതിന്റെ അടുത്ത ആഴ്ച അതിന്റെ മറ്റു ഭാഗങ്ങൾ ചെയ്യുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു അപ്പൊ ഇതിനെന്ത് ചെയ്യും? ഫോമലൻ ഇട്ട് വെക്കൂ. ഞാൻ പറഞ്ഞു അപ്പൊ ഈ തവള ചാവൂലേ എന്ന് വെച്ചു. മിസ് പറഞ്ഞാ തവള ചാവും. അപ്പോഴാണ് എനിക്ക് ശരിക്കും ഞാൻ ചെയ്ത ഒരു സംഭവം, എനിക്ക് സുവോളജിനോട് വരെ ഒരു ദേഷ്യം വന്നത്. എന്തിനാണ് ഒരു ജീവൻ ഇങ്ങനെ അതിനെ നശിപ്പിക്കണ്ടായിരുന്നു. പക്ഷെ അന്ന് വീട്ടിൽ പോയിട്ട് ഞാൻ എന്റെ കൈനെ കൊണ്ടൊരു കൊലപാതകിയായി സത്യം അങ്ങനത്തെ ഫീലിംഗ് ആയിരുന്നു. അങ്ങനെ ഞാൻ ഇരുന്ന് എഴുതിയ ഒരു കവിതയുണ്ട്, ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ചിരിക്കരുത്, വളരെ സീരിയസ് ആയിട്ട് ഇരുന്ന് എഴുതിയ ഒരു കവിതയാണ്. ഓക്കെ, ചിരിക്കില്ല. ഓ തവളെ, ഞാൻ അറിയുന്നു നിൻ ഹൃദയ നൊമ്പരം. ഇരുണ്ട ലാബിൻ്റെ ഉള്ളറകളിൽ ഇന്നു നിൻ സയാറ്റിക് പ്ലെക്സസിനായി എൻ്റെ വിരലുകൾ തിരയവേ.
എനിക്ക് ചുറ്റും കൂട്ടുകാർ പരിശകൾ നിൻ ഹൃദയധമനിക്കായി വീണു തിരയുന്നു. സദയം ക്ഷമിക്ക സുഹൃത്തെ, ഞാൻ ഈ ക്രൂരനാം കത്തിയാൽ പിളർന്നിടട്ടെ നിൻ മാറിടം, തകർത്തിടട്ടെ നിൻ തുടയല്ലുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷെ ഞാനത് കൊണ്ടുപോയിട്ട് എല്ലാവരും കാണിച്ചു കൊടുത്തപ്പോ ഭയങ്കര കോമഡി ആയിട്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കും. ഓ തവളെ എന്ന് തുടങ്ങിയപ്പോ പക്ഷെ ഞാൻ ഭയങ്കര സ്വീറ്റ് ആയിട്ട് ഭയങ്കര കെയറോടെ കൂടി. ശരിക്കും ചിലപ്പോ സത്യമായിരിക്കും ആ ഒരു നിമിഷത്തിൽ നമ്മൾ മനസ്സത്ര വേദനിച്ചിട്ടായിരിക്കും ഓ തവളെ. അപ്പൊ ഈ തവളയുടെ ഇപ്പൊ ഈ ഒരു കവിത പാടിയല്ലോ, അതിപ്പോ പെട്ടെന്ന് ഒരു രണ്ടുപേരെങ്കിലും ഒരു ട്യൂൺ ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ ട്രൈ ചെയ്തിട്ടില്ല. എന്നാലും ഈ ഓ ഓ തവളേ എന്നൊക്കെ പറഞ്ഞു ഓ തവളേ ശ്വാസിക്ക് കമ്പോസ് ചെയ്യുന്ന ആദ്യത്തെ പാട്ടായിക്കൊള്ളട്ടെ. എനിക്ക് ആ വരി മാത്രമേ കിട്ടുന്നുള്ളൂ, ബാക്കി പറഞ്ഞാൽ ഇത് പറയാം. ഓ തവളെ ഞാൻ അറിയുന്നു നിൻ ഹൃദയം. അല്ല അങ്ങനെയല്ല, ഇതിന്റെ ബാക്കി ട്യൂൺ പിടിക്ക്. ഓ തവളേ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ, അതെനിക്കറിയില്ല. ഞാൻ പാട്. ഓ തവളേ ഞാൻ അറിയുന്നു നിൻ ഹൃദയ നൊമ്പരം, ഇരുണ്ടലാവിലെയുള്ളറകളിൽ നിൻ സയാറ്റിക് പ്ലെക്സസിനായി ഞാൻ വീണുണയുമ്പോൾ എനിക്കു ചുറ്റും കൂട്ടുകാർ പരിശകൾ നിൻ ഹൃദയധമനിക്കായി വീണു തിരയുന്നു. ഓ തവളേ. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമായി. അയ്യോ ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ഇപ്പൊ ഈ ട്യൂണില് പാടിയപ്പോ എനിക്ക് വിഷമായില്ലേ, ഒരു വല്ലാത്ത ഒരു ഏതോ ഒരു എന്തൊക്കെയോ ഒരു സാധനം മനസ്സിലൂടെ കടന്നു പോയല്ലേ. ലാസ്റ്റത്തെ ഓ തവള എന്ന് പറഞ്ഞപ്പോ നല്ല വിഷമായി. തവളയുടെ ഇനിഷ്യലാണ് ഓ, നമുക്ക് സങ്കല്പിക്കാൻ വേണമെങ്കിൽ. ഓഹോ, അതിന്റെ അപ്പുറം കോമഡി ആയല്ലോ. പക്ഷെ സത്യത്തില് ഈ ഒരു മ്യൂസിക് ഭയങ്കര രസമായിട്ട് തോന്നി കേട്ടോ. ഒരു പെയിൻഫുൾ മ്യൂസിക് കിട്ടിയ പോലെ. ചിലപ്പോ വേണമെങ്കിൽ തുടക്കം താങ്കളാണ് ഇട്ടത്, ഞാൻ കമ്പോസ് ചെയ്തു. അതെ, ആ തുടക്കം ഞാൻ ഇട്ട് കൊടുത്തോണ്ട് സായ വളരെ മനോഹരമായിട്ട് ആ പാട്ട് പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഓ തവളേ ഞാനറിയുന്നു. ഓക്കെ സായ, അപ്പൊ നമ്മുടെ റെഡ് കാർപ്പറ്റില് ഇനി വരാൻ പോകുന്ന പെർഫോമർ ഒരു ഫ്ലൂട്ട് വായിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. നമ്മൾ അധികം ഫ്ലൂട്ട് വായിക്കുന്ന പെൺകുട്ടികളെ അങ്ങനെ കണ്ടിട്ടില്ല, ഉണ്ട് എന്നാലും വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ആ കുട്ടിയുടെ ഇതിലേക്കുള്ളൊരു വരവ് എന്നൊക്കെ നമുക്ക് വരുമ്പോൾ ചോദിച്ചറിയാം. സോ ലെറ്റ്സ് വെൽക്കം രോഹിണി. സോ റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. താങ്ക് യു. രോഹിണി, എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. നല്ല വിശേഷം. ഈ ഫ്ലൂട്ട് പഠിക്കാനുള്ള ഇഷ്ടം ഏതൊരു പ്രായത്തിലാണ് വന്നത്? ആക്ച്വലി എന്റെ കൊച്ചച്ഛൻ ഫ്ലൂട്ടിസ്റ്റ് ആണ്, ഡോക്ടർ പി പത്മേഷ്. അപ്പൊ ഞാൻ ജനിച്ചപ്പോ തൊട്ട് ഫ്ലൂട്ട് കേട്ടോണ്ടാണ് ഇരിക്കുന്നത്. സോ അങ്ങനെ ഇരിക്കുമ്പോ എന്റെ 3-ാമത്തെ വയസ്സില് ഫ്ലൂട്ട് വായിക്കാൻ തുടങ്ങി. അതിനുശേഷം ഇപ്പൊ ഒരുപാട് സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ടാവും അല്ലെ? യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ. യൂത്ത് ഫെസ്റ്റിവലിന് ഫ്ലൂട്ട് അതൊരു ഐറ്റം ഇല്ലല്ലേ? ഉണ്ടല്ലേ? അപ്പൊ അതിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. അത് ശരി. ഇപ്പൊ അതൊക്കെ മിസ് ചെയ്യുന്നുണ്ടാവും അല്ലെ? കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല. ഈ വർഷവും ഇനി അല്ല, ആക്ച്വലി ഞാൻ ഒരു കാര്യം പറയട്ടെ, ലോക്ക്ഡൌൺ തുടങ്ങിയതിന് ശേഷം പല ആർട്ടിസ്റ്റിക് ഇതും തോട്ട്സും ഉള്ള ആൾക്കാർ കുറച്ച് കൂടുതൽ ഡെവലപ്പ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ അതെ, അതും ശരിയാണ്. സ്വന്തമായിട്ടുള്ള എന്ത് കാര്യം ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ എല്ലാവരും ആലോചിച്ചു. തീർച്ചയായിട്ടും എല്ലാവരും ആലോചിച്ച ഒരു ടൈം ആയിരിക്കും. അതെ. പിന്നെ രോഹിണിക്ക് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് സ്കോളർഷിപ്പ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, അല്ലേ? അത് ഏത് ഏജിലായിരുന്നു? 2018-ലാണ്. അപ്പൊ അതിനെന്തെങ്കിലും സ്പെഷ്യൽ കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ടായിരുന്നോ? അതൊരു ഓഡിഷൻ പോലെ ഉണ്ടായിരുന്നു. സോ ആ ടൈമില് അത് രോഹിണിക്ക് മാത്രല്ലേ, സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഒത്തിരി കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൽ രോഹിണിക്ക് മാത്രമാണ് കിട്ടിയത് ഫ്ലൂട്ടില്. യെസ്. അപ്പൊ അത് വലിയൊരു അച്ചീവ്മെന്റ് ആണ് ഈ ഒരു ചെറിയ പ്രായത്തില്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടാനുണ്ട് അല്ലേ? സോ അതിന് വേണ്ടിയിട്ടുള്ള ഹാർഡ് വർക്കിംഗ് ആ പ്രോസസ്സിലാണ്. നമുക്ക് കൂടെ വന്നിരിക്കുന്നവരെ പരിചയപ്പെടാം. എനിക്ക് തോന്നുന്നു ചേച്ചിയും ഇദ്ദേഹം കൊച്ചച്ഛൻ, ഇദ്ദേഹമാണ് ഗുരു അല്ലേ? ഓ നമസ്കാരം, രണ്ടുപേർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. നമസ്കാരം. അപ്പോ ഗുരുവായ കൊച്ചച്ഛൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് കുഞ്ഞിലെ മുതൽ ട്രെയിനിങ് ഒക്കെ കൊടുക്കാൻ തുടങ്ങിയല്ലോ? അപ്പൊ രോഹിണി ആസ് എ സ്റ്റുഡന്റ് താങ്കൾക്ക് എന്താ തോന്നിയിട്ടുള്ളത്? വളരെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കുട്ടിയാണ്. ഷി ഹാസ് ഷോൺ ദാറ്റ് മച്ച് ഓഫ് ഇൻട്രസ്റ്റ്. പ്രത്യേകിച്ച് പുല്ലാങ്കുഴൽ ടെക്നിക്കാലിറ്റിയിലൊക്കെ കൂടുതൽ ഇൻവോൾവ്മെന്റ് കാണിക്കുമായിരുന്നു.
ആക്ച്വലി അവളുടെ ഒരു ഇത് കണ്ടെത്തിയത് ഞാൻ പോലും അല്ല, എൻ്റെ ഗുരുനാഥനാണ്. അത് ശരി. അദ്ദേഹം ഇപ്പോഴും ഇവിടെ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. 2015 മരിച്ചുപോയി. പത്മശ്രീ ഡോക്ടർ എൻ രമണി സാർ. ഓഹോ. അദ്ദേഹം വീട്ടിൽ വരുമ്പോഴൊക്കെ പറയും, എന്നടാ ഇവൾക്ക് ചൊല്ലിക്കൊടുക്കலையா, ഇവൾക്ക് ചൊല്ലിക്കൊടുക്കപ്പെടാ, നല്ല ടേസ്റ്റ് ഇരിക്കുക എന്നൊക്കെ പറയും. അപ്പം അദ്ദേഹം വായിക്കുമ്പോഴും കൂടെ ചെന്ന് മടിയിലിരിക്കുക പോവുക, ഒരു അങ്ങനെയായിരുന്നു. രണ്ടുപേരും വായിക്കുമായിരുന്നു. സിസ്റ്ററും വായിക്കുമായിരുന്നു. ഹർ നെയിം ഈസ് ലക്ഷ്മി. ഞങ്ങൾ വീട്ടിൽ രഞ്ജിനി എന്ന് വിളിക്കും. അങ്ങനെയാണ് രഞ്ജിനി, രോഹിണി, അങ്ങനെ. അപ്പം നന്നായിട്ട് വായിക്കുമായിരുന്നു. രണ്ടുപേരും വായിക്കും. പിന്നെ ഇപ്പം അവൾ മനസ്സിലായി. താങ്കൾ ഇപ്പോഴും ഈ ഒരു കരിയർ എങ്ങനെയാണ്, കച്ചേരികളൊക്കെ ചെയ്യാറുണ്ടോ? കച്ചേരിയാണ് കച്ചേരി കൂടുതൽ ചെയ്യാറുണ്ട്. ചെയ്യുന്നത്. കോൺസെർട്സ് ഒക്കെ അവതരിപ്പിച്ചോ രോഹിണി കൺസേർട്ട് വായിച്ചു, ഒരുപാട് സ്ഥലത്ത് വായിച്ചു. ഈവൻ ഇൻ ചെന്നൈ ഷീ പ്ലേഡ് ഇൻ മെനി സഭാസ്. വെരി ഗുഡ്. അപ്പൊ ഇത് രഞ്ജിനി എന്ന് വിളിക്കാം അല്ലേ നമുക്കും? ഓക്കെ. രഞ്ജിനി എന്ത് ചെയ്യുന്നു? ഞാൻ ഇപ്പൊ ബാങ്കിൽ വർക്ക് ചെയ്യാണ്. അതിന്റെ കൂടെ സമയം കിട്ടുമ്പോഴൊക്കെ ഈ ഓടക്കുഴൽ വായനയെല്ലാം ഉണ്ട് അല്ലേ? പ്രാക്ടീസ് കുറവാണ്. മനസ്സിലായി. ഈ ബാങ്കിൽ ജോലി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി തിരക്ക് പിടിച്ചൊരു ജോലിയായിരിക്കും അല്ലേ? അപ്പൊ ഒരിക്കലും ഇത് കൈവിടരുത്. അതിന്റെ കൂടെ എന്തായാലും ഇത് കൊണ്ടുപോകണം. ആക്ച്വലി രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു 5 മിനിറ്റെങ്കിലും ഓടക്കുഴൽ വായിച്ചിട്ട് ഉറങ്ങാം അല്ലേ? അതെ. അപ്പൊ എന്തായാലും ഇനി അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് രഞ്ജിനിയുടെ ഒരു പെർഫോമൻസ് കാണാൻ ഭാഗ്യമുണ്ടാവട്ടെ. അപ്പൊ നമുക്ക് എന്തായാലും ഇന്നത്തെ പെർഫോമൻസ് അങ്ങ് തുടങ്ങിയാലോ? തുടങ്ങാം. ഇപ്പോ സൈനോര ചേച്ചിയുടെ അറിയില്ലേ? എനിക്ക് ബെങ്കി ബെങ്കി ബൂം പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞില്ല, എല്ലാവരും അത് മാത്രമേ കേട്ടിട്ടുള്ളൂ. അല്ല, വേറെ കേട്ടിട്ടുണ്ട്, പക്ഷെ ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതെ. സോ വീട്ടിൽ എപ്പോഴും പാടിക്കൊണ്ട് നടക്കുമായിരുന്നു ഞാൻ. അത് ശരി.